ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തി കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറേ ദിവസങ്ങളായി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയതാണ്. എന്താണെന്നോ, നേരത്തെ ഒരു തവണ ഞാൻ ക്ലേ കൊണ്ട് 2 കിളികളെ ഉണ്ടാക്കിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് മുതൽ ചിന്തിക്കുന്ന കാര്യമാണ് കിളികൾക്ക് നല്ല ഒരു കൂടോ ഇരിപ്പിടമോ ഒക്കെ സെറ്റ് ആക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ അത് റെഡിയായി. ഇവിടെ ഞാൻ ചെയ്യുന്നത് വെട്ടിക്കളഞ്ഞ ഒരു മരത്തിന്റെ കുറ്റി ഉണ്ടാക്കുകയാണ്. കിളികൾക്ക് കൂടുണ്ടാക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ അവയ്ക്കൊരു കൂട് എന്നതിനേക്കാൾ മനുഷ്യർ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന ചൂഷണങ്ങൾ ഓർമ്മ വന്നു. അങ്ങനെ ആ ഒരു ആശയം കൂടെ ഇതിൽ ചേർക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ മരക്കുറ്റി എന്നുള്ള തീരുമാനം വന്നത്. വെട്ടിയ കുറ്റിയിൽ കിളികൾ ഇരിക്കുന്നത് ചെയ്യാമെന്നോർത്തു. അതിന് ഞാൻ ചെയ്യുന്നത് പേപ്പറുകൾ ചുരുട്ടി ഒരു ഡപ്പയിൽ ഒട്ടിച്ച് മരക്കുറ്റി ആക്കുകയാണ്. ആ ഡപ്പയേക്കാളും കുറച്ച് കൂടുതൽ നീളം പേപ്പറുകൾക്ക് വേണം കേട്ടോ. വേറൊന്നിനുമല്ല, എക്സ്ട്രാ പേപ്പർ മരത്തിന്റെ വേര് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പർ ചുരുട്ടി ഒട്ടിച്ചതിന് ശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ചുളിവുകളോടെ ഒട്ടിക്കുമ്പോൾ മരത്തിന്റെ തോലിന് ഒരു ഒറിജിനാലിറ്റി വരും. വേരുകൾ ചെയ്യുന്നത് കുറച്ചുകൂടി പേപ്പറുകൾ വെച്ച് വലുതാക്കണം. മരത്തിനെ താങ്ങി നിർത്തുന്ന വേരുകളല്ലേ, സ്ട്രോങ് ആവണ്ടേ. പിന്നെ മരത്തിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബ്ലാക്ക് കളർ കൊടുത്തു. എന്നിട്ട് അതിനു മുകളിൽ ബ്രൗൺ കളറും ഇടയ്ക്കിടയ്ക്ക് പച്ചയും ഒക്കെ മിക്സ് ചെയ്താണ് ഈ ചെയ്യുന്നത്. ഈ കളറുകളൊക്കെ നന്നായി ബ്രഷ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യിക്കണം. എങ്കിലേ ഒരു കറക്റ്റ് ലുക്ക് ആവുകയുള്ളൂ. ബ്ലാക്ക് കളർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള കളറുകൾ കൊടുക്കണം കേട്ടോ. മുറിച്ചു മാറ്റിയ ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ചുരുട്ടി വട്ടത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, വളയങ്ങൾ പോലെ. ഈ മരത്തിന്റെ പ്രായവും മരം കട്ട് ചെയ്ത ശേഷം അതിൽ കാണുന്ന വളയങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. പിന്നെ കാതൽ, ഏതാ നമ്മുടെ സിനിമ കാതലല്ല കേട്ടോ, ഈ മരത്തിൻ്റെയൊക്കെ കാതൽ. ആ കാതൽ അത് നല്ല മൂപ്പെത്തിയതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് വീട് പണിയാനൊക്കെ ആൾക്കാർ മരം വെട്ടുന്നത്. മരം വെട്ടിയ ഭാഗത്ത് മഞ്ഞ കളറാണല്ലോ, നല്ല മഞ്ഞ കളറായിരിക്കണം. എങ്കിലേ മരം നമ്മൾക്ക് ഉരുപ്പടികൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രയോജനപ്പെടൂ എന്നാണ്. അപ്പോൾ നല്ല കാതലുള്ള മരം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നല്ല മഞ്ഞ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ വെച്ച് റൗണ്ടിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. വളയങ്ങൾ വേണ്ടേ? വീട് പണിയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വെട്ടുന്ന മരത്തിന് പകരം വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. കൊച്ചുമക്കൾക്കും വീട് വയ്ക്കുമ്പോൾ വെട്ടാൻ മരങ്ങൾ വേണ്ടേ? അതോ ഇനി മോളെ കെട്ടിച്ചുവിടാൻ വേണ്ടിയിട്ട് വീട്ടുകാർ വെട്ടിയതാണോ? ആവോ, അറിയില്ല. എന്തായാലും കൊള്ളാം. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. വീണ്ടും വെട്ടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ മരങ്ങൾ ആവശ്യമാണ്. നമുക്ക് ജീവവായു നൽകുന്നത് അവരാണ്. ഓക്സിജൻ നൽകുന്നത് മാത്രമല്ല, മരങ്ങളെ കൊണ്ട് ഒത്തിരിയേറെ ഉപകാരങ്ങളുണ്ട്. അത് ഇവിടുത്തെ വിഷയമല്ലാത്തത് കൊണ്ട് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ക്രാഫ്റ്റിലേക്ക് വരാം. പിന്നെ മരം കാണുമ്പോൾ കുറച്ച് ഭംഗിയാകട്ടെ എന്നോർത്ത് 1-2 കൂണുകളും കൂടെ ചെയ്യുന്നുണ്ട്. മുട്ടത്തോടും ടിഷ്യൂ പേപ്പറും കൊണ്ടാണ് കൂണുകൾ. മുട്ടത്തോട് പെയിന്റ് അടിച്ച് കളർഫുള്ളാക്കുന്നു. ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്ത് കൂണിന്റെ തണ്ടുണ്ടാക്കുന്നു. ഏത് മനസ്സിലായല്ലോ അല്ലേ? അതെല്ലാം ഒട്ടിച്ചെടുത്ത് മരത്തിലും ചേർത്ത് പിടിപ്പിച്ചു. പിന്നെ മരത്തിൽ ഒരു ചെറിയ കിളിർപ്പ് കൊടുക്കുന്നുണ്ട്. അതിനായി നൂൽക്കമ്പിയിൽ ടിഷ്യൂ പേപ്പർ ചുറ്റി കളർ കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നു. പിന്നെ ഇലകളും പേപ്പറിൽ കട്ട് ചെയ്ത് കളർ കൊടുത്ത് ഒട്ടിക്കുന്നു. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ മരം വീണ്ടും തളിർക്കാനും പൂക്കാനും തുടങ്ങുകയല്ലേ. പല ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടാവും വെട്ടിക്കളഞ്ഞ മാവ് കായ്ക്കുന്നതും വെട്ടിമുറിച്ച പൂച്ചെടികൾ പൂവിടുന്നതും. തോൽക്കാൻ അവർക്ക് മനസ്സില്ലെന്നേ. അല്ല, അതും നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ അല്ലേ തരുന്നത്. എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന്.
ആ ഒരു പ്രതീക്ഷയും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മഞ്ഞക്കിളികൾക്ക് മരത്തിൻ്റെ ഈ മഞ്ഞ കളറിൽ ഇരിക്കുമ്പോൾ ഒരു എടുപ്പില്ലാഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ കിളികളുടെ രൂപത്തിന് യോജിച്ച പക്ഷിയുടെ കളർ വേണമല്ലോ, എങ്കിലല്ലേ ഒറിജിനാലിറ്റി വരൂ. പറ്റുന്നത്രയും ബെറ്റർ ആക്കണ്ടേ നമുക്ക്. ഇത് ഗൂഗിളിൽ നിന്നും കണ്ടെത്തിയ കുരുവികളാണ്. ദേശാടന കുരുവികളാകട്ടോ. ദേശാടന കുരുവികൾ കൂട് കൂട്ടാൻ ദൂരങ്ങൾ താണ്ടി എത്തിയപ്പോൾ പ്രിയപ്പെട്ട മരം ആരോ മുറിച്ചു കളഞ്ഞു. എന്ത് കഷ്ടമാണല്ലേ. എത്ര നാളുകൾ കൊണ്ടാവും അവ രാജ്യങ്ങൾ കടന്ന് പറന്നെത്തുന്നത്. ഇവർ വരുമെന്ന് ഓർത്തായിരിക്കും ആ മരം വീണ്ടും തളിർത്ത് പൂത്തുവിടരുന്നത്. മനുഷ്യരെ പോലെ സ്വാർത്ഥരല്ലല്ലോ അവ. അയ്യോ, പൂക്കൾ ഉണ്ടാക്കിയില്ലല്ലോ. ഡയലോഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂക്കൾ ഉണ്ടാക്കുന്നത് അത് ടിഷ്യൂ പേപ്പർ കളർ കൊടുത്തിട്ട് മടക്കി മടക്കി ചെറുതാക്കിയിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ആ ഇതളുകൾ കൂട്ടിപ്പിടിച്ച് പശ കൊണ്ടൊട്ടിച്ച് തണ്ടിലേക്ക് ഒട്ടിച്ചു. ഇതൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എഴുതിയ ഒരു കവിതയും ഓർമ്മയിൽ വന്നു. അതാണ് ഈ ക്രാഫ്റ്റ് വർക്കിന്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മരക്കുറ്റിയും അതിനോടനുബന്ധിച്ചുള്ള കൂണുകളും കാതങ്ങൾ താണ്ടി കൂടുകൂട്ടാൻ എത്തിയ ദേശാടന പക്ഷികളും മനുഷ്യർ വെട്ടിക്കളഞ്ഞിട്ടും തന്നിൽ കൂടുകൂട്ടുന്ന ദേശാടന പക്ഷികളെ ഓർത്തും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും തോൽക്കാൻ മനസ്സില്ലാത്ത വീണ്ടും തളിർത്ത പൂമരവും. അതാണ് ഇന്നത്തെ വീഡിയോ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർക്ക് പ്രകൃതി തന്നെ പ്രചോദനമാകുന്ന കാഴ്ച. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നാലും ഒരു കാര്യം മറക്കണ്ട. സേവ് ട്രീ ആൻഡ് സേവ് എൻവയോൺമെന്റ്. ബൈ.